വലിയ പറമ്പിന്റെ തെക്കനതിരിലുള്ളവർ കവ്വായി കായൽ കടക്കാൻ ഒരു പാലത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. ഒടുവിൽ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കാവിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ രാമന്തളി 2 തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 5 വർഷമായി വീണ്ടും കാത്തിരിക്കാനാണ് ഇവരുടെ വിധി. വലിയ പറമ്പ് പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തുള്ള 4-5 വാർഡുകളിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾക്ക് മറുകരയിലെത്താൻ ഇതുവരെയായി റോഡ് പാലമില്ല. തോണി തുഴഞ്ഞും എപ്പോഴെങ്കിലും എത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ സർവീസ് ബോട്ടിലോ മാത്രമാണ് ആഴമേറിയ കവ്വായി കായൽ കടക്കാനാവുക. ആദ്യകാലത്ത് ഏഴിമലയുടെ താഴ്വാരം വഴി രാമന്തളി ഭാഗത്തേക്ക് എത്താമായിരുന്നെങ്കിലും ഏഴിമല നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തയ്യൽ സൗത്ത് വഴി മറുകരയിലേക്കുള്ള വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു. ഇതോടെ തെക്കനതിരിലുള്ള കുടുംബങ്ങൾ യാത്രയ്ക്ക് മാർഗമില്ലാതെ ഒറ്റപ്പെടുകയും ചെയ്തു. പ്രൈമറി സ്കൂൾ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മറുകരയിലെത്താനും തുടർ പഠനത്തിനുമായി ഏറെ ക്ലേശിക്കുകയാണ്. ചികിത്സാ സൗകര്യം കുറവുള്ള തീരദേശത്തുള്ളവർക്ക് ആശുപത്രിയിലെത്താനും മറ്റു മാർഗങ്ങളില്ല. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള പ്രദേശമായ വലിയ പറമ്പിൽ നിന്നും തേങ്ങയും കൊപ്രയും മറുകരയിലെ പയ്യന്നൂരിലും മറ്റും എത്തിക്കാൻ 2 പഞ്ചായത്തുകൾ ചുറ്റി വേണം. മത്സ്യബന്ധന തൊഴിലാളികൾ കൂടുതലായുള്ള തീരദേശത്തുള്ളവർക്ക് മത്സ്യവിപണനത്തിനും യാത്രാമാർഗമില്ല. 1997 പാണ്ഡ്യാലക്കടവിൽ നിന്നും 2 തെങ്ങ് കടവിലേക്ക് എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നടപ്പാലം പണി തുടങ്ങിയിടത്ത് തന്നെ നിലച്ചു. ഇപ്പോഴും നടപ്പാലത്തിന് തുടക്കമിട്ട തൂണുകൾ കായലിൽ കാണാം. 2019 തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളും ഉണ്ടായതോടെ തീരദേശ ജനത ആവേശപൂർവ്വം പാലം നിർമ്മാണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 5 വർഷമായിട്ടും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ പോലും വലിയ പറമ്പിലെ റീച്ചിൽ നടന്നില്ല. 2 തെങ്ങ് കടവിലേക്കുള്ള പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് തീരജനതയ്ക്ക് ഉന്നയിക്കാനുള്ളത്. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കേ അറ്റമായ ഈ കടവ് പാണ്ഡ്യാലക്കടവ് എന്ന പേര്. ഇവിടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, അതുപോലെ വയസ്സുള്ള ആൾക്കാർ, മറ്റ് ജനങ്ങൾ അക്കരെ കിടക്കണമെങ്കിൽ കുറേ സമയം വലിയപറമ്പ് വഴി പോയിട്ടാണ് പയ്യലെത്തുന്നത്. അപ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ പോകേണ്ടത്. ഈ പാലം യഥാർത്ഥമായാൽ നമുക്ക് എല്ലാവർക്കും, ജനങ്ങൾക്കും കുട്ടികൾക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കടവിലെ പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീരദേശപാതയുടെ ഭാഗമായി കിഫ്ബിയിൽ 55.45 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. 400 മീറ്ററോളം നീളത്തിലും 11.70 മീറ്റർ വീതിയുമായുള്ള റോഡ് പാലത്തിൽ നടപ്പാത, സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടാവുമെന്ന തരത്തിലാണ് നിർമ്മാണം വിഭാവനം ചെയ്യുന്നത്. ഏഴിമല നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തയ്യൽ സൗത്ത് വഴി മറുകരയിലേക്കുള്ള വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു. ഇതോടെ തെക്കനതിരിലുള്ള കുടുംബങ്ങൾ യാത്രയ്ക്ക് മാർഗമില്ലാതെ ഒറ്റപ്പെടുകയായിരുന്നു. പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം തീരജനത ഉന്നയിക്കുകയാണ്. തീരദേശ ഹൈവേ നിർമ്മാണം വലിയ പറമ്പിലൂടെ പ്രാഥമിക ഘട്ടം പോലും നടക്കാത്ത സാഹചര്യത്തിൽ അധികൃതർ അനാസ്ഥ വെടിഞ്ഞ് വേഗത്തിൽ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് പാണ്ഡ്യാലക്കടവ് പ്രദേശത്തുള്ളവർ ആവശ്യപ്പെട്ടു. റോഡ് പാലം വന്നാൽ വലിയ പറമ്പിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കാനും ഇത് കാരണമാവും. പ്രധാന റെയിൽവേ സ്റ്റേഷനായി അറിയപ്പെടുന്ന പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് എത്താനും പാണ്ഡ്യാലക്കടവിൽ പാലം വന്നാൽ വേഗത്തിൽ കഴിയും. 3 പതിറ്റാണ്ടായി ഉന്നയിച്ചു വരുന്ന പാലം എന്ന ആവശ്യമുയർന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ മറുകരയിലെത്താൻ പാലം അനിവാര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്ന് എളുപ്പത്തിൽ ഇപ്പോൾ രാമന്തളിയായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു കടവാണിത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ തീരദേശ റോഡിൻ്റെ ഭാഗമായിട്ട് ഈ പാണ്ഡ്യാലക്കടവിന് ഗവൺമെൻറ് അനുവദിച്ച പാലം എത്രയും പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിന് ടൂറിസമായിട്ടും അതേപോലെ തന്നെ ഈ ഭാഗത്തില്ലേ ഇപ്പോൾ കുട്ടികളായാലും അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾ, ആശുപത്രി, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അതേപോലെ പയ്യന്നൂർ എത്തണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ റോഡിപ്പം വലിയപറമ്പിന്ന് തെക്കോട്ടാണ്, ഇപ്പോൾ ഏഴുമല റോഡാണ് നിർമ്മിച്ചത്. ആ റോഡിൽ നിന്ന് ഇപ്പം പയ്യന്നൂരേക്ക് ബന്ധപ്പെടണമെങ്കിൽ ഒരു 20-25 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ഈ ടൗണിലേക്ക് എത്താൻ പറ്റൂ. അത് സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഓട്ടോക്കോ അങ്ങനെയുള്ള കൊടുത്ത് ഒരു 500 രൂപയോളം ഒരു ദിവസം ചിലവാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഉർമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.